താമരശ്ശേരി ഷാബാസ് കൊലക്കേസിലെ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് +1 പ്രവേശനം. 5 വിദ്യാർത്ഥികൾക്കാണ് കോഴിക്കോട് ജില്ലയിലെ 3 സ്കൂളുകളിലായി പ്രവേശനം നൽകിയത്. കൊലക്കേസ് പ്രതികളായ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയതിനെതിരെ താമരശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ KSU MSF പ്രവർത്തകരുടെ പ്രതിഷേധവും നടന്നു. കേസിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ +1 പ്രവേശനം നേടിയത് വേദനാജനകമാണെന്ന് ഷഹബാസിന്റെ പിതാവ് മുഹമ്മദ് ഇക്ബാൽ പ്രതികരിച്ചു. ഷഹബാസ് വധക്കേസ് പ്രതിപട്ടികയിലുള്ള 6 വിദ്യാർത്ഥികളിൽ +1 പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റിൽ ഉൾപ്പെട്ട 5 പേർക്കാണ് പ്രവേശനം നൽകിയത്. 3 പേർ താമരശ്ശേരി GVHSSലും 1 വിദ്യാർത്ഥി കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും മറ്റൊരു വിദ്യാർത്ഥി കുറ്റിച്ചിറയിലെ സ്കൂളിലുമാണ് പ്രവേശനം നേടിയത്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് കനത്ത സുരക്ഷാ സന്നാഹത്തിലാണ് ഇവരെ സ്കൂളുകളിൽ എത്തിച്ചത്. കൊലക്കേസിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്നതിൽ പ്രതിഷേധിച്ച് താമരശ്ശേരി GVHSSന് മുമ്പിൽ KSU MSF പ്രവർത്തകർ സമരം നടത്തി. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഷഹബാസ് കൊലക്കേസ് പ്രതികളായ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്ന കാര്യത്തിൽ സർക്കാരിന് ഉചിതമായ നടപടി സ്വീകരിക്കാമായിരുന്നുവെന്ന് ഷഹബാസിന്റെ പിതാവ് മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞു. സുപ്രീം കോടതി വരെ പോരാട്ടത്തിന് തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ഉചിതമായ തീരുമാനം എടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കോടതിയായി ഹൈക്കോടതി സുപ്രീം കോടതിയിൽ വരെ പോകാൻ ഞാൻ റെഡിയായി നിൽക്കുകയാണ്. ഈ ചെയ്ത കുട്ടികൾക്ക് നിയമത്തിന്റെ മുന്നിൽ കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ എവിടെ നിന്നാണ് അവിടെ നിന്ന് വാങ്ങിക്കൊടുക്കാന്നുള്ള എൻ്റെ ഉള്ളത്. കേസിൽ ഉൾപ്പെട്ട 6ാമത്തെ വിദ്യാർത്ഥിക്ക് 1ാമത്തെ അലോട്ട്മെന്റിൽ പ്രവേശനം ലഭിച്ചിട്ടില്ല. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവരെ പാർപ്പിച്ചിരിക്കുന്ന വെള്ളിമാടുകുന്ന് ഒബ്സർവേഷൻ ഹോം പരിസരത്തും കനത്ത പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.